ക്ഷേത്രത്തിന്റെ മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള കൂടി ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ പിള്ള, അങ്ങ് ഏത് കാലഘട്ടത്തിലായിരുന്നു ഈ ഉപദേശക സമിതി പ്രസിഡന്റായി ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഏത് കാലഘട്ടത്തിലായിരുന്നു അങ്ങ് ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ പുതിയ ഉപദേശക സമിതി വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ്. അപ്പൊ ഈ വിഷയം ഞാൻ പറയുന്നത് കേൾക്കും മാഡം. അതെ, പറഞ്ഞോളൂ. വിഷയം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇത് കാണിക്കുകയും 4.5 വർഷക്കാലം ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു സ്തംഭമായിട്ട് നിന്നിരുന്ന കൊടിമരം ഒന്ന് ആലോചിച്ചു നോക്കൂ. ചരിത്രം അറിയാവുന്നവർ, ചരിത്രം പരിശോധിക്കുന്നവർ മനസ്സിലാവും. ഒരു കൊടിമരം എന്ന് പറയുന്നത് അതിന്റെ മിനിമം ഗ്യാരണ്ടി 200 വർഷമാണ്. 200 വർഷം. വെറും 68 വർഷമായിരുന്ന ഈ കൊടിമരത്തെ നശിപ്പിച്ചത് ആരാണ്? അതിന്റെ ഉത്തരവാദി ആരാണ്? ഇത് പറയാൻ ആരാണ്? ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. കരക്കാരും വന്നിട്ടില്ല, പൊതുപ്രവർത്തകരും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഒരു ക്ഷേത്രമാകുമ്പോൾ ഒരു കൊടിമരം അനിവാര്യമാണ്. ആ കൊടിമരം നിർമ്മിക്കാൻ ഞാൻ എവിടെങ്കിലും ചെമ്പ് കൊടിമരം മതിയെന്ന് ഈ പുള്ളി ആരോപിക്കുന്ന ഒരു ആരോപണം എന്റെ പേരിലുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചെമ്പ് കൊടിമരം മതിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലിരിക്കും. പക്ഷേ ഇത് പറയുന്നത് വെറും എന്താ പറയുന്നത്, ചില സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അദ്ദേഹം പറയുന്ന ചില ജാള്യതകൾ മാത്രമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ. ചെമ്പ് കൊടിമരം എന്നുള്ളതിലുപരിയായി ഇപ്പോൾ ഈ പറയുന്ന 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം അത് 3 മാസം കൊണ്ട് ക്ലാവ് പിടിച്ചു. ഒന്നത് 5.5 കിലോ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, 5.5 5.5. ഇപ്പൊ ഈ ദേവസ്വം സ്റ്റോർ റൂമിലുള്ള സ്വർണം ഉരുക്കിയാൽ അത് 2 കിലോയ്ക്ക് താഴെയാണെന്നാ പറയുന്നത്. 5.5 5.5 ആണെങ്കിൽ പോലും ഒരു 3.5 കിലോയോളം സ്വർണം അത് എവിടെ പോയി? അല്ല, അത് ഒരു കാര്യം. അതിപ്പോ കണ്ടുപിടിക്കാൻ ഞാൻ അധികാരിയൊന്നും അല്ലല്ലോ മാഡം. ശരിയല്ല, ഞാൻ പറയുന്നത് അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാകുമ്പോ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഇത്തരത്തിലൊരു സംശയം തോന്നില്ലേ? എന്റെ മാഡം ഒന്ന് കേൾക്കൂ. ഞാൻ ഇരിക്കുന്ന സമയത്തല്ല ഈ സ്വർണ്ണ കൊടിമരം പണിതത്. അതെ, ഞാൻ അതിനകത്ത് യാതൊരു ഭാഗവാക്കോ ആയിരുന്നില്ല, ആളല്ല. ഞാൻ അന്ന് പുറത്ത് ഒരു ഭഗവാന്റെ ഒരു എന്താ പറയാ ഒരു ഭക്തൻ മാത്രമായിരുന്നു. എന്നാലാവുന്ന സഹായം ഞാൻ അക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നിനും എതിരായിരുന്നില്ല. പക്ഷെ ഞാൻ വരുന്നത് എപ്പോഴാണ്? ഈ കഴിഞ്ഞ 2023, 22 23 കാലഘട്ടങ്ങളിലാണ്. അന്ന് കൊടിമരം ഇല്ല. 4.5 വർഷമായിട്ട് കൊടിമരത്തിന്റെ സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോയി. അവിടെ ഒരു സംഭവവും ഇല്ല. ആ കൊടിമരം നശിച്ച് ജീർണാവസ്ഥയിലായപ്പോ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്റെ ഭഗവാനെ, ഇത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, ഒരു കൊടിമരം ഉണ്ടാക്കണം. അത് സ്വർണ്ണോ ചെമ്പോ എന്തോ ആയിക്കോട്ടെ. അതിനാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതിയാണ് പറഞ്ഞത് അല്ല ഉത്സവത്തിന് കൂടി ഞാൻ അതിനകത്തൊരു നിയോഗം എന്ന് പറയുന്നത് പോലെ 4 വർഷക്കാലം താൽക്കാലിക കൊടിമരത്തിൽ കൊടിയേറ്റിയ ആളാണ്. നാട്ടുകാരുടെ വീട്ടിൽ പോയി അടയ്ക്കാമരം ചുമന്നു കൊണ്ടുവന്ന് അവിടെ കൊടിയേറ്റേണ്ട ഒരു സാഹചര്യം ശാസ്താംകോട്ട ക്ഷേത്രത്തിലുണ്ടായി. ഒരു മഹാക്ഷേത്രമാണത്. അപ്പൊ ഇതുണ്ടാക്കിയത് ആരാണ്? ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത ആരാണ് എന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ക്ഷേത്രത്തിന്റെ സ്വർണ്ണം എല്ലാം ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ്. ഇപ്പൊ ശബരിമലയിൽ സംഭവിച്ചതുപോലെ നാളെ ഞങ്ങളുടെ സ്വർണവും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്ന എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്വർണം കൃത്യമായി ശാസ്താംകോട്ട ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക്, നീ കൊടിമരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ സ്വർണം പാവുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ കട്ടുള പാവുന്ന ആയിക്കോട്ടെ, ഏത് തരത്തിലായാലും ഞങ്ങൾക്ക് ആ സ്വർണം ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടാകണം എന്നും മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.